സംസ്ഥാനത്തെ ലഹരി മാഫിയയെ അമർച്ച ചെയ്യാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് രൂപം നൽകിയിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിക്ക് സമ്പൂർണ്ണ പിന്തുണയും സഹകരണവും KCBC മദ്യ ലഹരി വിരുദ്ധ സമിതി നൽകുകയാണ്. ഇത് ഏറ്റവും അനിവാര്യമായിരുന്ന ഒരു ഘടകമാണ്, അനിവാര്യമായിരുന്ന ഒരു പദ്ധതിയാണ്. ഇത് എത്രയോ കാലം മുമ്പേ ചെയ്യേണ്ടിയിരുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട്, ചില ഹിഡൻ താല്പര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞ ഗവൺമെന്റിന് ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല. അവിടെയും ഇവിടെയും ഒക്കെ ചെറിയ മുക്കിലും മൂലയിലുമുള്ള ചെറുകിട കേസുകൾ മാത്രം അറ്റൻഡ് ചെയ്യുകയും അവരെ പിടിക്കുകയും അവരെ പിടിച്ചതിന് ശേഷം അവരെ ഏത് നിമിഷവും ഇറങ്ങിപ്പോവാവുന്ന വിധത്തിലുള്ള കേസ് ചുമത്തുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഏതായാലും പുതിയ ഗവൺമെന്റിന് ഒരു പുതിയ തുടക്കം എന്ന നിലയിൽ ഇത് വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിന്റെ സമ്പൂർണ്ണ പിന്തുണ നമ്മൾ ആവർത്തിച്ച് നൽകാനും ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 1-ാം തീയതി തുറക്കുക, സ്കൂളുകൾ 1-ാം തീയതി തുറക്കുക. ഈ സ്കൂളുകൾ തുറക്കുന്ന സമയത്ത് 2 ചക്ര വണ്ടിയിൽ, 2 വീലർ ബൈക്കില് ആയിട്ട് നിരവധി ആളുകൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്തൂടെ ചീറിപ്പായുന്നുണ്ട്. ഇവര് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിച്ച് അവരെ ഇതിന്റെ വാഹകരാക്കുവാനും അല്ലെങ്കിൽ അതിന്റെ ഉപയോക്താക്കളാക്കാനും വിൽപ്പനക്കാരാക്കാനും ഒക്കെ ആയിട്ട് ഉള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് അവർ അതിനെ കറങ്ങുന്നത്. അത് ഒരു പരിധിവരെ പല സ്ഥലങ്ങളിലും അത് വിജയിച്ചിട്ടുമുണ്ട്. നമ്മൾ മുൻകാലങ്ങളിലൊക്കെ കണ്ടുവരുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇവരെ സ്വാധീനിക്കുന്ന, ലഹരി മാഫിയ സ്വാധീനിക്കുന്നത് പെൺകുഞ്ഞുങ്ങളെയാണ്. അവരെ അത്ര പെട്ടെന്ന് ഒരു വിഭാഗവും സംവിധാനങ്ങളും ഒന്നും പരിശോധനയ്ക്ക് വിധേയമാക്കില്ലാത്തത് കൊണ്ടും ആ ഒരു തന്ത്രം അവർക്കറിയാവുന്നത് കൊണ്ടും കുട്ടികളായതുകൊണ്ട് പെട്ടെന്ന് പിടിക്കപ്പെടില്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടുമാണ് അവരെ ഈ ലഹരി മാഫിയ സ്വാധീനിക്കുന്നത്. ഈ ലഹരി മാഫിയയുടെ ഉറവിടം തന്നെ കണ്ടെത്തി അതിനെ നശിപ്പിക്കേണ്ടതായിട്ട്, ഉന്മൂലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നവനെ കണ്ടെത്തുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഉപയോഗിക്കുന്നവനെ കണ്ടെത്തിയാൽ അതിന്റെ വാഹകനെ കണ്ടെത്താൻ പറ്റും, അതിന്റെ ഈ ഉൽപാദകനെ കണ്ടെത്താൻ പറ്റും, ഉറവിടം കണ്ടെത്താൻ പറ്റും. ഇതൊന്നും ചെയ്യാതെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ഒരു കാലയളവാണ് കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതിനകത്ത് നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്ന, അന്ന് മുൻകാലങ്ങളിൽ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ VD സതീശൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ തന്നെ പറയുകയുണ്ടായി, ഇതിന് പൊളിറ്റിക്കൽ സപ്പോർട്ടുണ്ട്. ആ പൊളിറ്റിക്കൽ സപ്പോർട്ടില്ലാതെ ഈ സംസ്ഥാനത്ത് ഇത്രയധികം ലഹരി മാഫിയ തഴച്ചു വളരില്ല. പിടിക്കും തോറും വളർന്ന് ഈ നമ്മുടെ ഇളം തലമുറയെ, നമ്മുടെ യുവതലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ പൊളിറ്റിക്കൽ അത് ആരാണെന്നും കൃത്യമായിട്ട് അറിയാമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് ഞാനിപ്പം എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അപ്പം ആ പൊളിറ്റിക്കൽ മാഫിയയുടെ അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടുകൂടി ഇവിടെ സംഹാരതാണ്ഡവം ആടിയിരുന്ന ആ ലഹരി മാഫിയയെ അടിച്ചൊതുക്കാൻ അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യുവാൻ, നശിപ്പിക്കാൻ, അമർച്ച ചെയ്യുവാൻ പുതിയൊരു ഗവൺമെന്റ് വന്നിരിക്കുന്നു. അവർ തുടക്കത്തിൽ തന്നെ അതിന് ഗൗരവമായ നിലപാട് സ്വീകരിക്കുന്നു. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന് അവർ പദ്ധതി രൂപം നൽകുന്നു. അത് സമീപ സംസ്ഥാനങ്ങളെ, അതിർത്തി സംസ്ഥാനങ്ങളെ കൂടി ഈ ഒരു കാര്യത്തിലേക്ക് അവര് ഉൾപ്പെടുത്തുമെന്നും കൂടെ പറയുമ്പോൾ നിശ്ചയമായിട്ടും ഇത് കാര്യഗൗരവത്തോടെയാണ് അവർ നീങ്ങുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ സമീപ സംസ്ഥാനങ്ങളെ കൂടി ഈ കാര്യത്തിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ ഈ പുതിയ ഗവൺമെന്റ് നിലവിൽ വന്നപ്പോൾ തന്നെ നമ്മൾ KCBC ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. ഏതായാലും ലഹരി മാഫിയയെ ഇവിടെ അമർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അമർച്ച ചെയ്തില്ലെങ്കിൽ നിലാപത്തഴിച്ചുവിട്ട കോഴിയെപ്പോലെ നമ്മുടെ യുവതലമുറയും നമ്മുടെ ഇളം തലമുറയും ഇതിലെ നീങ്ങും. അത് ഗുരുതരമായ അപകടകരമായ ഒരു അന്തരീക്ഷം നമ്മുടെ സംസ്ഥാനത്ത് നിന്നുണ്ട്. സ്വന്തം അമ്മയുടെ കഴുത്തിലേക്ക് കത്തി കുത്തിയിറക്കുന്ന മക്കളെ വരെ നമ്മൾ ഈ സംസ്ഥാനത്ത് കണ്ടു. എത്രയോ സംഭവവികാസങ്ങൾ അപ്പനെ മകനും മകനെ അപ്പനും കൊല്ലുന്നു. അങ്ങനെയുള്ള അക്രമം, അതായത് ഈ വീടുകളിലേക്ക് അക്രമം ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. അത് നമുക്ക് അതിന് അറുതി വരുത്തണം. അതിന് അറുതി വരുത്തുവാൻ പ്രത്യേകിച്ച് ഞാൻ ഈ മലയാളം ന്യൂസിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാരണം നിങ്ങൾ ഈ എവിടെയെങ്കിലും ഒരു സംഭവവികാസങ്ങൾ ഉണ്ടായ അന്നേരം ഇത് പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ ഒരു വർഷക്കാലം മുഴുവൻ നിങ്ങൾ ഈ ലഹരിക്കെതിരെ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അതിന് ലഹരിക്കെതിരെ ശക്തമായ പ്രചരണം നടത്തുകയും ഒക്കെയായി
മുമ്പോട്ട് നീങ്ങിയിരുന്ന ഒരു സി ന്യൂസ് മലയാളത്തിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രത്യേക താല്പര്യമെടുത്തതിൽ വീണ്ടും ഞങ്ങൾ KCBC-യുടെ കേരള കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ പ്രവർത്തിക്കുന്ന KCBC മദ്യ ലഹരി വിരുദ്ധ സമിതിയുടെ എല്ലാവിധ പിന്തുണയും അറിയിക്കുകയും ചെയ്യുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.